ആ എപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുമ്പോൾ നീരൊക്കെ ആയിരിക്കും. ആരവിടെ നീര് വെച്ചു? കാലില്ലെന്നേ ഇത് ഇവിടെ ഇത്രയും ഭാവം, അവിടെ വേദന. ശബരിമല ഉറങ്ങിയോ? ഞാൻ രാവിലെ അയ്യോ നടന്ന് ക്ഷീണിച്ച് വന്നതല്ലേ എന്നൊക്കെ വലിയ കളി വന്നപ്പോണ്ടല്ലോ വലിയ ജാട എന്നാ കൊണ്ടുവന്നെന്ന് എന്നെ കൊണ്ടുവന്നില്ല. പ്രസാദം നമ്മൾ സാധാരണ ശരുവല അമ്പലത്തിൽ പോയി ചോദിക്കുമല്ലോ മോദകമോ, ആരോടെ ഞാൻ ചോദിക്കത്തില്ല. മോദകം ഉണ്ടെങ്കിൽ സന്തോഷം എന്ന് ഉദ്ദേശിച്ചാണ്. അപ്പോഴേക്കും അല്ല എനിക്ക് പ്രസാദം ചോദിച്ചാനല്ല എനിക്ക് കളിപ്പ് വന്നേ. ചെന്നപ്പോ തൊഴിൽ ജാട, ഭയങ്കര ജാട. എനിക്ക് ഞാൻ ഇറങ്ങിപ്പോന്നു. നമ്മള് നോക്കി നോക്കി ഒരാളെ ഇരുന്നിട്ടുണ്ടല്ലോ, അയാളോട് വലിയ കാര്യത്തിൽ ഓടി ചെന്നപ്പോണ്ടല്ലോ മൈൻഡില്ല. നമ്മൾ ആ വഴി അത് എനിക്ക് അറിയത്തില്ലല്ലോ, നമ്മള് വിചാരിച്ച പോലെ അല്ലല്ലോ. ഇവിടെ ഉള്ളവരല്ലേ പിന്നെ മനസ്സിലായത്. നമുക്കില്ലാത്തടുത്ത് മനസ്സിക്കേണ്ട കാര്യമില്ലായിരിക്കും. അല്ല നിനക്ക് ഞാൻ ഈ എണ്ണ വെച്ചിട്ട് നീ എണ്ണ തേക്കാതെ മോളെ. നാരങ്ങ മേടിച്ചോ. ഗൂഗിൾ ഓഫ് ആയിരിക്കുക. ഗൂഗിൾ ഓഫ് ആയിരിക്കുക. സ്വിച്ച് ഓഫ് ആയി പോയതായി. നമ്മള് വൃത്തിയാക്കിയില്ലായിരുന്നു. അപ്പൊ ആ കൃഷ്ണനെ പൊക്കിയില്ലേ മിനിങ്ങാന്ന്, അപ്പൊ സ്വിച്ച് ഓഫ് ആയി. ചേച്ചിയോട് ജയമോട് മെല്ലെ ആർക്കും കാണിച്ചു കൊടുക്കാം. വിളിക്കാവോ ചേച്ചിനെ? ചേച്ചിനെ കാണിക്കോ? അതെയോ? എനിക്ക് പോയി ഈ ഭൂമി സമാധാനമുള്ള ഒരേ മനുഷ്യശ്രീ ശാംഭവി. കല്യാണം കഴിക്കരുതായിരുന്നടി, അതാ ഞാനും പറഞ്ഞേ. അതെയോ? മതി മതി.
ഇങ്ങനെ അറിയോ ഇറങ്ങി വരാനാ വരികയല്ലേ ചേട്ടാ ഇവിടെ തീ വെക്കാം അലമ്പാടാ. നിന്റെ മുഖത്ത് എന്നാ പറ്റി? എങ്ങനെ കുരു വന്നേ? നീ തേങ്ങ കടിച്ചോ? തേങ്ങയ്ക്കകത്ത് ഉറുമ്പുണ്ടായിരുന്നു. ആരാ പറഞ്ഞ തേങ്ങ എടുത്ത് കട്ട് തിന്നെ? വാ, ഉറുമ്പുണ്ടായിരുന്നു അല്ലേ? വെള്ള മുഖം കണ്ട ഏട്ടാ? ഓയ് ചെല്ലേ, ഇവിടെ മുഖം കണ്ടോ വെള്ളേ? ചോദിക്കേ. തേങ്ങ തിന്നു. തേങ്ങയ്ക്കകത്ത് ഉറുമ്പം കണ്ടുണ്ടായിരുന്നു. ഉറുമ്പ എന്നാ നടത്തില്ല, കടിച്ച് മുഖം മൊത്തം ദേ. ആ ആ ആ എന്നാ തേങ്ങാടുന്നല്ല, എന്നാ വേറെന്തോ കേസായിരിക്കും. ആണോ? എന്നാ ഒന്ന് കാണട്ടെ. ആഹാ, ഞങ്ങളോട് പറയാതെ ഇവിടുന്ന് പോയല്ലേ കേട്ടോ? ഞങ്ങളോട് പറയാതെ ഇവിടുന്ന് വിട്ടല്ലേ പോയല്ലേ? വീട് വെഞ്ചിരിക്കാൻ അച്ഛൻ വരുമെന്ന് പറഞ്ഞു. വീട്ടുകാർ മാറിയത് 2 മണിക്കാ. പിന്നെ പോയി വഞ്ചരിച്ച് പിറ്റേ ദിവസം തിങ്കളാഴ്ച എല്ലാം പെറുക്കി പോയി. പിന്നെ ഇപ്പഴാൻ പറ്റില്ല. ചേച്ചിയാണോ കഴിഞ്ഞിടയ്ക്ക് വന്ന് വിളിച്ചായിരുന്നു ഇവിടുന്ന്? ഞാൻ ഇവിടെ നോക്കുമ്പോ ആരെയും കാണുന്നില്ല. വിളിച്ചായിരുന്നു. ഇതാണോ ഉണ്ണിയുടെ പേരെന്താ? അജിത. പള്ളി ചേർക്കാനായിട്ട് ഇന്ന് പോയതല്ലേ? ആണോ? ശനിയാഴ്ച മാമോദീസ ബിന്ദുക്കൾ. ഈ ചേച്ചിയോ? ഉണ്ണിച്ചേട്ടനില്ലേ? 26 ജനുവരി അല്ല ഡിസംബർ 26 അച്ഛൻ കല്യാണം വന്നേക്കുന്നു. അല്ല കല്യാണം അങ്ങനെ നടത്തണം? വെള്ളമുണ്ട്. ശാന്തമ്മയുടെ മോനില്ലേ? പോലെ എവിടെ ചേച്ചി ശരിക്കും? അത് പണ്ടമ്പതാല് നിങ്ങളുടെ ഒരു ഗുരുമന്ദിരം പോലത്തെ സാധനമാണ്. അതിനകത്ത് അസംബലിക്ക് പോകുന്ന റൂട്ട് മേലോട്ട് വിദ്യ താമസിക്കുന്ന ഭാഗത്താണോ? വേണ്ട, അറിയത്തില്ലടാ. മേലോട്ട് കയറും. ആണോ? ഈ ചേച്ചി ശാന്തമ്മയുടെ ഉണ്ണിച്ചേട്ടനെ അറിയത്തില്ല? മോന്റെ ഭാര്യ ഉണ്ണിമാമന്റെ. ചേച്ചി വെള്ളം അങ്ങനെയുണ്ട്? പറ്റൊന്നുമില്ല. ഇവര് ആരെങ്കിലും ഒരാൾ മേടിക്കാൻ പറ്റത്തുള്ളൂ. ആരും ഒരാളെയും കൂടെ മാറ്റാലോ. ഇപ്പൊ അങ്ങോട്ട് പോണോ? വീട്ടിലോട്ട് അയൽക്കൂട്ടത്തിലെ പൈസ എല്ലാം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മേ പറഞ്ഞു ശാന്ത് പോയോ? കേക്ക് ഞാൻ പറഞ്ഞു ശാന്ത് പോയ. ഞാൻ പറഞ്ഞ പോയമ്മേ മിണ്ടാതെ ഒരൊറ്റ പോക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പറ്റുമോ? എനിക്ക് ഞാനൊരു വീട്ടിലേക്കൂടെ വന്നത് കറക്റ്റ് ശരിയാട്ടോ. നിങ്ങളല്ല രണ്ടുപേരും ചേരുന്നുണ്ട്. അയ്യോ എവിടെയാ കണ്ടപ്പോ ഞാനിപ്പോ കൊമ്പടി ഈ വീട്ടിലാ. നമ്മുടെ കൂത്തുപാലം വന്നതായിരുന്നു. എന്റെ കുഞ്ഞിയുടെ എന്നാ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവളെന്തോ തൊട്ടു അവളെ. എന്നാ മോനെ? ആർക്കറിയാം എന്താ തൊട്ടെന്ന്. അറിയില്ല. തേങ്ങയാണോ എന്തോ തൊട്ടോ പുഴു എന്തോ. അവിടെ പാലക്കാടാണോ? ആ ശരി ശരി. ആ എന്തോടെ ടി വി ഒക്കെ വെക്കാം. നീ ഇങ്ങനെ ടി വി വെച്ചിട്ടുണ്ട്. അവിടെ പോയി വേണ്ടാതെ മര്യാദയ്ക്ക് അടങ്ങിയിരുന്നോ? രണ്ട് പതിനെട്ടായതുള്ളൂ. ഇച്ചിരി വെച്ച് കടിഞ്ഞാൽ കൂടെ ഉണ്ടാക്കി തരാം. നീ പോകുന്നില്ലെന്ന് പറഞ്ഞിപ്പോ മണിക്കൂറത്രയായി. ഓ ആവശ്യമില്ല. അതെ 3 പ്രാവശ്യമായി ഇപ്പൊ എനിക്ക് പോയത്. കേറി പോകാൻ നോക്ക്. പോ വിളിക്കാം.
അല്ലേ എന്നാ എടി പോയിട്ട് മതി എടി. ശ്ശേ. നീ പോകുന്നുണ്ടോ? ഇനിയെത്തിനാ പോകുന്നത്? അവര് അവര് വരുന്നുണ്ടോ പിന്നെ? അവര് കാറുമായിട്ട് വരുന്നുണ്ട്. എപ്പോഴാ? കൂട്ടന് മുമ്പ് കൂടെ ഇപ്പം ഇങ്ങോട്ട് വരുമോ? ആ ഇങ്ങോട്ട് വരിക. ആ. കാറ് വരുന്നു. മതി ഇങ്ങോട്ട് അല്ല അവര് വരുന്നുണ്ടോ പിന്നെ ഞങ്ങൾ എന്തിനാ പോകുന്നേ? പാല് മേടിക്കണ്ടേ? പാലോ? ഞാൻ പോവും. പാല് കണ്ടോ? കാറ്റുമാരാ ബാഗ് അവിടെ ശാമ്പി പറഞ്ഞു. ബാഗ് എടുത്തോ? എന്റെ കൊച്ചു പോകും, പക്ഷെ അത് വണ്ടിയൊക്കെ വരുമ്പോ നോക്കാം. ബാഗ് എടുത്തോ? ഏ? ബാഗ് എടുത്തോ? ഭയ എടുത്തില്ല മോനെ. കുഞ്ഞിന്റെ മുഖം എല്ലാം കൊണ്ടിരിക്കുന്നു. എന്നാ അവിടെ വന്നിട്ട് പന്ന ഇതുണ്ടോ? ഇത് ഒരുമാതിരി ഇതുണ്ടോ കൊച്ചിന്റെ? കയ്യിലിരിപ്പിന്റെ കൂടും കൊണ്ടല്ല എന്നാ എവിടെ ചെന്നേ വലിഞ്ഞു കയറിക്കൂടും. ഇത് അവിടുന്ന് കൊണ്ടുവന്ന ഇതുണ്ട്. മുളകോ? അല്ല ഇവിടെ ഉണ്ടത്. ഇതിപ്പോ ചേട്ടാ ആണോ? ഞാനാണ് നീ എന്റെ ചെരുപ്പ് കഴിക്കല്ലേ. അതിന് മറ്റേ കാന്താരി ഇല്ലായിരുന്നു. ആ കാന്താരിക്ക് എരിവില്ല അച്ചാറിനകത്തിട്ട. നീ വിളിക്കുമ്പോ എന്നാ കേക്കാനാ? എസ് ടി പൈസ ഇപ്പൊ ജയച്ചാച്ചൻ കൊടുക്കും. ആ അപ്പ ആയിരുന്നു. പൈസ കിട്ടുന്നത് ഇത് ഞാനാണ് ചെയ്തത്. അത് 1 രൂപ പോലും കൂടുതൽ കൊടുത്തേക്കായിരുന്നു ചേക്കാ അവക്ക്. ഇതാരാ? അമ്മയെ സഹായിക്കുക. ആ സിങ്കിനകത്ത് പാത്രം എങ്ങനെ കഴുകി വെക്കുക. പണിയൊക്കെ ചെയ്തോളാം. അല്ലാതെ ചുമ്മാ പോയി അവിടെ പോയി കുത്തിയിരുന്ന് പറയുന്നില്ല. ചകിരി തരാം അവിടെ. എടി ഇവിടെ അടി ലേണ്ടറി ഇങ്ങോട്ട് പാടി. ക്യാമറ കാണാൻ വന്നത് പറഞ്ഞ കേട്ടില്ല. ജയോട് പറ. അതല്ലാക്കും ശ്യാമമ്മയുണ്ട്, ചേച്ചാച്ചിയുണ്ട്, ജയമ്മയുണ്ട്. നമുക്കും പോവാം. എല്ലാവരും ബിരിയാണി വെച്ച് കഴിച്ചാൽ. പിന്നെ ഒരു ടി വി ഉണ്ട് കേട്ടോ. പിന്നെ അടുക്കള, ഒരു റൂം, ഒരു ബെഡ്, ഒരു ടി വി. ഇതാണ് ഹായ്. അത്ര മതി അവക്ക്. ഒരടുക്കള, ഒരു ബെഡ്, ഒരു ടി വി. മതിയോ? മതിയോ? മതി മതി. വേറെ വല്ലതും വേണോ? ഗൂഗിളൊന്നും വേണ്ടല്ലോ. നിന്നോടാ വേണോ? ആറേ നല്ല ഉണക്കി ഡ്രസ്സൊക്കെ മടക്കി. മതിയോ? അയ്യോ അയ്യോ ഇതെന്താ ഉണക്കാട്ടെ? എന്റെ ഡ്രസ് മരം വന്നിട്ട് മതിയോ? മരം ഉണ്ട്. മരം നമ്മുടെ മരം എവിടെയാ അപ്പേ? നമ്മുടെ മഴ എവിടെയാ പോയടി? മരം വന്നിട്ട് തുണി എടുത്തിട്ട് മടക്കും. എവിടെ? ബാഗ് എവിടെ? ആരോടും പറയുന്നു. പിന്നെ വലിയൊരു കുഞ്ഞു ഫാനും ഉണ്ട്. പിന്നെ കണ്ടോ? പിന്നെ എൻ്റെ ഡ്രസ്സ്, പിന്നെ പിന്നൊരു വിളക്ക്, ടി.വി, ലാമ്പ്, പിന്നെ ഓരോ വീട്ടിലോട്ട് വേണ്ട സാധനത്തിന്. പിന്നെ രൂപത്തിന് ബെഡ്, പിന്നെ അലമ്പാരി ഉണ്ട്. പിന്നെ അലമ്പാരി, പിന്നെ കണ്ടോ ഇത് നോക്കേ. അപ്പൊ അപ്പൊ എന്റെ ഡ്രസ് ഉണ്ട്, അലമാരിയുണ്ട്, അലമ്പ ഷാമ്പുണ്ട്. അപ്പൊ അലമാരി കണ്ടോ? പോന്നു ഞാൻ പരിഹരിക്കും കോട്ടെ. ഇവിടെ അഞ്ചാമത്തേത് ചെടിയുടെ ബൈക്ക് വെക്കട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ആരുണ്ട്? വരുന്നുണ്ടോ? ചുമ്മാ ചാടി ചാച്ചാച്ചി പോയാ അവിടെ ആരും ഇല്ല നിന്നെ നോക്കാൻ. ശ്യാമമ്മ ഉണ്ടേലും വേണ്ടില്ല. ശ്യാമമ്മ നോക്കും.
അമ്മ എനിക്ക് അമ്മ ഞാനും പൊക്കോട്ടെ അമ്മ. അമ്മ സത്യം അമ്മ ഞാനും. പിന്നല്ലാതെ മാളികപ്പുറം ഉണ്ട്. അങ്ങനെ പറയാം. മാളികപ്പുറം ലോകമാതാവ്. മാളികപ്പുറം ഒക്കെയാ, പക്ഷെ മാളികപ്പുറത്തിന് കൈനീട്ടമൊന്നുമില്ല. ആ കഴിഞ്ഞിട്ട് ഒന്ന് കൊടുക്കാൻ. അമ്മ ഞാനും പറയട്ടെ. നിന്റെ കൂടെ കണ്ടോ ചോദിച്ചാ കൈനീട്ട് കൊടുക്കാൻ വരെ ആളുണ്ട്. അമ്മ 10 രൂപയാണോ തപ്പിയേ? 5 രൂപയാണോ തപ്പിയേ? കേക്ക് മാളികപ്പുറം എന്ന് വിളിച്ചു. മാളികപ്പുറം ഒക്കെയാ, പക്ഷേ അല്ല മാളികപ്പുറം ഒക്കെയാ, പക്ഷെ കൈനീട്ടം ഒന്നും ഇല്ലല്ലോ എന്ന് മാളികപ്പുറത്തിന്. പക്ഷെ ചേച്ചാൻ തപ്പി 10 രൂപ ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ 500-ന്റെ നോട്ട് എടുത്ത് കൊടുത്തു. പോകാൻ നേരത്ത് ഇവിടെ കാത്തു നിൽക്കുമായിരുന്നു. 2500 അയ്യോ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരും. അപ്പൊ ഞാൻ എല്ലാം ഉണ്ടാക്കാനുള്ള മേടിച്ചോണ്ടേ വരുള്ളൂ. ഓ അമ്മ ചുമ്മാ ഇതുപോലെ പറയരുത്, നടക്കാത്ത കാര്യങ്ങൾ അല്ലേ. ചോദിച്ചോ? ചേച്ചാൻ ഒന്നും ചോദിച്ചില്ല. ഇനിയിപ്പോ ഇത് പറഞ്ഞു പോയി. ആരോടത്തിലും മേടിക്കാൻ ഇയ്യാടാ ആ ചിരി ഉണ്ടല്ലോ. എന്നാലും അവിടെ കാത്തു നിന്നത് കൊണ്ട് മാളികപ്പുറം അറിയാൻ വിളിച്ചു പോയി. അതുകൊണ്ടൊന്നുമല്ല. എന്തിനും തന്നച്ചൊക്കെ പോകുന്നു, പനങ്ങാതെ പോകുന്നു. അല്ല ഇത് വേറെ സ്ഥലം. എന്തോ നിന്നെയോ? നിന്നെ അവിടെ കൊണ്ടുപോകാനാ? ഇതൊന്ന് പിടിക്കുവോ? ഞാനൊന്നെല്ലാം പോയി കഴിച്ചോട്ടെ, എനിക്ക് വിശക്കുന്നുണ്ടേ. നീ കഴിച്ചില്ലേ? ഇല്ല. നീ എന്നിട്ട് എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു? മാളികപ്പുറത്തിന് കൊടുത്തിട്ട് വേണം ചോറുണ്ണാന്. എന്നോട് കയറണമെന്ന് പറഞ്ഞിട്ടില്ലേ? ചോറ് വിളമ്പി കൊറേ. ചോറ് വിളമ്പി കൊറേ. വേണ്ട, ഞാൻ കഴിഞ്ഞിട്ട് കഴിച്ചു. നീ പോകുന്നില്ല താഴോട്ട്. നീ താഴോട്ട് കൊച്ചിനെ കൊണ്ട് പോകുന്നില്ലേ? നീ അങ്ങോട്ട് പോകുന്നില്ല? എവിടെ? ചൂടും മൂടാൻ പായ് പോയി ഹോസോയി മഞ്ഞ മഞ്ഞ മാസമ കുടുമായ മാസമായി ചൊരുവിന്റെ ശക്തി. അപ്പ ഞാൻ കൊണ്ടുപോയില്ലേ പാലായില്? നീ പോണ്ട. നീ പോയിട്ട് വാ, ഞാൻ എന്തിനാ ഇറങ്ങി വരുന്നത്? അത് കഴുകണ്ട, തള്ള എന്നെ എടുത്തോണ്ടിരിക്കുവേ. ഓ ചുമ്മാ താഴെ വരെ എന്നതിന് പിന്നെ കറിയെ കാറും അവളെ എന്തേർന്നു പോവാ. ബൈ മാത്രമല്ല ഉപ്പയും തന്ന. ആ അഴിച്ചു വിടറി, നാരായണിക്കിട്ട് കൊടുക്ക്. എടി ഇങ്ങോട്ട് വിടറി. വരുന്ന പാടി. എടി അഴിച്ചു വിടറി. അതിനെ അത് ഇവിടെ പേടിപ്പിക്കുക. അഴിച്ചു വിടാം, വിടറി. അടുത്തവള് വരുന്നുണ്ട്, അവൾക്ക് ഇട്ടണം കൊടുക്ക്. ആ ഓ ഇവിടെ ചുമ്മാ നാരായണിയും
ഒന്നുമില്ല, താഴെ വരേ ഉള്ളൂ. ബാ. ഏ ഏതാണോ? അല്ലെന്നേ, താഴെ റോഡി വരെ. താഴെ റോഡി വരെ. ഇത് പട്ടീനെ എടുത്തു. ഇത് പട്ടി നിന്നെ വിളിക്കുന്നു കളിക്കാൻ. അല്ലേ? ഓ ആ ചെല്ല്. എടക്ക് വാ. എടി നിന്നെ വിളിക്കുന്നു അങ്ങോട്ട്. നീ വേണം അവിടെ പോയിരുന്നോ? അവരുടെ അവിടെ വേണ്ടേ? ഓക്കെ. എന്നാ പോ. പോണോ? എടി നമ്മളല്ല, നാരായണിയല്ലേ പോന്നേ. ചാമ്പു പോകുന്നില്ല. ചാമ്പു ഇത് ഈ താഴെ വരെ പോവാ. എവിടെ? മുണ്ടക്കൻ താഴെ റോഡി വരെ. ആരുണ്ട് വീട്ടിൽ? വീട്ടിലോ? വീട്ടിൽ ആരെങ്കിലും കാണും. അയ്യോ, നടക്കാൻ പറ്റിയ കാല് ചട്ടി പോവാം. എന്നാ? ഡ്രസ്സ് മാറണ്ട, ഈ ഡ്രസ്സ് മതി ഒന്ന് പോകാൻ. എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇങ്ങനെ നിന്നോ. കാലിൻ്റെ അവസ്ഥ ചട്ട. എന്നാ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല ഇപ്പോഴും. എൻ്റെ അറിവോടുകൂടി ഒന്നും സംഭവിച്ചില്ല. അറിയാതെ എൻ്റെ കാലിന് എന്തോ പറ്റി. ജയമൊന്നും ഇല്ല. നീ മിണ്ടായിരുന്നു അവിടെ. നീ പോകുന്നില്ലടി എന്താ കാരണം? നീ താഴെ പോയി നാരായണിയെ വണ്ടി കയറ്റി വിട്ടിട്ട് തിരിച്ചു വരും കേട്ടോ. നീ എന്താ കാരണം പോകുന്നുണ്ടോ? ആ എടി പയ്യെ പോടി, എനിക്ക് നടക്കത്തില്ലടി. ആരാ ആരാ? എൻ്റെ കാറ് വരും. നീ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എനിക്ക്. അതിനാ നമുക്ക് പിന്നെ പറയാം. എന്ത് വന്നോ? ഇല്ലല്ലോ. നീ ആ പാലൊന്നും മേടിച്ചു തരാമോ ഇങ്ങോട്ട്? അവർ വന്നില്ലെങ്കിൽ. ആരെ? നീ പോകുന്നില്ലല്ലോ. നാരായണി കാറിന് പോകും. അല്ല, നീ കാറും. നീ കാറും. ആ എടി ഇങ്ങോട്ട് പാടി ഞാൻ പോയി. ഡി നീ എവിടെ പോവാ? നിന്നെ ആരെങ്കിലും വിളിച്ചോ? അവള് പോവാ. നീ ഇവിടെ ഇല്ലേ? വണ്ടി പോയോ? പോയില്ല. അതെ എന്നെ വിളിക്കുന്നത്. നിന്നെ നോക്കണം.
ഞാന് വീട്ടിൽ പോവാം പിന്നെ നിന്നെ തുറക്കത്തില്ലത്. വേണ്ട വേണ്ട. അയ്യപ്പൻ വണ്ടിയാ. വണ്ടി റോഡൊക്കെ ബ്ലോക്കാക്കി നിൽക്കുകയാണ്. കാടി ഇവിടെ എന്നാ കാടിയത്? ഇല്ല, ആ പാടെ 2 ഉള്ളൂ. ഞങ്ങൾക്ക് ഓരോന്നോ വേണ്ട. ആ മതി. മൂത്തോ എന്നാ? ആ എന്തോ കടിച്ചാ എന്നാ മറ്റേ ഇത് എന്നാ പോക്കോ, വീട്ടിൽ പോക്കോ. ഇല്ല വണ്ടി പോട്ടെ. ആ ഓടിക്കോ, ഓട്. പാല് കൊടുക്കാൻ പോകണ്ടേ? വേണ്ട, പാല് ജയം അടിക്കുന്നു. ജയം അടിക്കുന്നു. കയറിപ്പോക്കോ. കടല വേണോ അതൊക്കെ? മുത്തിൻ്റെ കടല. ടീ വെച്ചോ. നീ ടീ വെച്ചോ, ഞാൻ പോക്കോട്ടെ വീട്ടിൽ. പോട്ടെ, വീട്ടിൽ കണ്ടേ. പാല് ചെയ്യാൻ മതിക്കും. കടല വേണോ? ആരാണോ? ആരാ? എന്തിനാ ആ പാട്ട് 2 കടലുണ്ടോ? കളയുവാണ്. ആരാണ്ണൻ്റെ നിനക്കറിയോ? ഇനിയില്ല. ആ പൊക്കോ. അവിടെ പട്ടിയുണ്ടേ. ഇത് ഓട്ടോയിൽ കയറിക്കും. ഓട്ടോയിൽ കയറിക്കും. കൊണ്ടോ കയറി 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 കയറി. ആ എവിടെ പോവാണോ? ആ എന്ത് പറഞ്ഞ നിന്നെ എന്നാ പണിയായിരുന്നു? ആണല്ലോ. വഴി അറിയാം നിങ്ങൾക്ക്? ഓ നാരായണീനെ ജയന്തിയാറിന് വിടാൻ വേണ്ടി പോയാ. ജയന്തിയാറിനായിരുന്നു അല്ലേ? ആ മർഫിയിലോ? ആ ആണോ? ആ നമ്മളത് വിളിച്ചു പറഞ്ഞില്ലേ? ആ ആ എനിക്ക് കരിപ്പായ പോയതറിയോ? ആ ഞാൻ അങ്ങോട്ട് കടുകാപ്പടിക്ക് മോളത്തെ കട കയറി പോയി. ആ അപ്പൊ ഇവിടെ ആ ഒരു പിള്ളേർക്കാണ് അമ്മ 3 പേരുണ്ട്. ആ അമ്മമാർ വന്നിട്ട് അമ്മ പറഞ്ഞ സാധാരണ കൂട്ടുകാർ വന്നാൽ പറയണ പോയിട്ട് പോയി. ഇവിടെ അമ്മ വിളിച്ചാൽ ഒറ്റ പമ്പ്. നീയോ? നീ പോക്കോ. ആ പട്ടിനെ പടിയുണ്ടോ നിനക്ക്? ഇല്ലേ? എന്നാ പോക്കോ. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? നീ തീരുമാനിക്കോ. പട്ടി അവിടെ ഉണ്ട്. ആ ജനലിൽ കൂടെ നോക്കുന്നവരാ? ആ ജനലിൽ കൂടെ നീ പോക്കോ. പട്ടീനെ പേടി പോക്കോ. നിന്നെ കൊണ്ട് പട്ടി എടുത്തു വിടാം. അത് വേണ്ട വേണ്ട.
ജയന്തമ്മ ഏ ജയന്തമ്മയുടെ വീട്ടിൽ പട്ടിയുണ്ടോ? ഇതേ ജയന്തമ്മയുടെ വീട്ടിൽ എന്തേ? അവിടെ പട്ടിയില്ല, ഈ പട്ടിയുണ്ട്. വേണ്ടെന്ന്. ഹായ് അവള് സ്കൂൾ കലോത്സവത്തിനും വല്ല മത്സരത്തിനും ഉണ്ടായിരുന്നു. ആനാ? ഓ ഇല്ല. ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. ആ ഇല്ല, ഒന്നിനും ഇല്ലായിരുന്നു. ഞാനും വാ പോവാം. ചേട്ടാ ഞാൻ പറട്ടെ. വാടി. ചേട്ടാ ഞാൻ പറട്ടെ. നിന്റെ പപ്പായുടെ അനുസരിച്ച് ചെയ്യ്. ചേട്ടാ ഞാൻ പറട്ടെ. പപ്പായുടെ സമ്മതം അനുസരിച്ച് ചെയ്യ്. ചേട്ടാ ഞാൻ പറട്ടെ. പപ്പായുടെ കാര്യത്തിലൊക്കെ ഞാൻ എന്നോടാണോ ചോദിക്കുന്നത്? നിന്നെ ശ്യാമളമ്മ വിളിക്കുന്നത്. എനിക്ക് വീട്ടിൽ പോണ ഇവിടെ. ഓ പിന്നെ ഞാൻ പറട്ടെ. വേണ്ടെന്ന്. വാ വന്നോളാം. ചെല്ലാൻ പോകുന്നുണ്ടോ? എവിടെ? ജയന്തമ്മ ഉണ്ടോ? എന്തി? നാരായണ എവിടെ? നാരായണി എന്താണ് പോയി? എവിടെ പോവാ? ആ എനിക്കറിയോ. നീ എവിടെ പോടി? മുണ്ടക്കെന്ന് പറയുന്നത് ഇതാണെന്നാ ഉള്ള വിചാരം. നാരായണി താഴെ കൊണ്ട് വിടാൻ പോയാന്നോ? നീ ഇവിടെ നിൽക്കുന്നുണ്ടോ? ഞാൻ നിന്നെ കുറച്ച് നിന്നെ കണ്ടില്ലല്ലോ. അമ്മ പോകുന്നില്ലേ? വേറുപടത്തിലോ? സ്വാമിമാരെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന മോശമല്ലേ? ഞാനോ? ആ കുത്തുമല്ലോ. നീ വിചാരിക്കല സീരിയൽ ഒന്നും കാണുമല്ലോ. ഞാൻ വിചാരിച്ചില്ലല്ലോ. ഞാൻ ടി വി വെച്ചോടാ. വേണ്ട. ഇവിടെ പോവാടി തൊഴിലേ. അയൽക്കൂട്ടോ? ആ പറ. ആ പൊക്കോ. ചേട്ടൻ ഇവിടെ കൂടെ വരുന്ന ശ്യാം പോയി. പിന്നെ ആരാ പറഞ്ഞേ വെക്കാന്ന്? ആര് പറഞ്ഞേ വെക്കാന്ന്? ആരാ നിന്നോട് പറഞ്ഞാ പറ്റി വെക്കാന്ന്? നാരായണി പോകുമ്പോ ആ പോയി. അപ്പം ആര് പറഞ്ഞു? ആരാ പറഞ്ഞേ? ആരാടി പറഞ്ഞേ? ശാംഭവിയോ? നീ തന്നെ എല്ലാം പറയുക, എന്നിട്ട് നീ തന്നെ ചെയ്യുക. ഇടിച്ചതിനുണ്ടല്ലോ. പിന്നെ വെക്കാം. മതിയോ? ഈ വെച്ചോ. കുറെ നേരമായില്ലേ ഇപ്പം? ഒന്നും വെച്ചില്ലല്ലോ. അല്ലാതെ ചുമ്മാ അഭ്യാസം ഇറക്കിയാതൊന്നും വെച്ച് തരത്തില്ല കേട്ടോ. ആരാണി പോകുമ്പം ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നീ എപ്പോ വന്ന്? ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. ഞാൻ വിളിച്ചായിരുന്നല്ലോ. വിളിച്ചോ? കേട്ടായിരുന്നോ? ഞാൻ കേട്ടായിരുന്നോ? വെളി കേട്ടതല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. എടുക്കുന്നോ ഇല്ലെന്ന്. അമ്പലത്തിൽ പോയില്ലല്ലോ ശ്യാമള? പിന്നെ ഞാൻ അവനെ എടുത്തോണ്ട് പോകണം.